നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഭിമുഖത്തിനിടെ ചില മോശം ചോദ്യങ്ങൾ വന്നാൽ ചിലർ ഉത്തരം നൽകാതെ ആ ചോദ്യത്തെ ഇഗ്നോർ ചെയ്യാറുണ്ട്. ചിലർ അതിന് കൃത്യമായ മറുപടി നൽകാറുണ്ട്. ചിലർ ശുഭതനായി എണീറ്റ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ അത്തരമൊരു സംഭവ വികാസം നടക്കുകയാണ്. അഭിമുഖത്തിനിടെ മോശം ചോദ്യം ചോദിച്ച അവതാരകന് കണക്കിന് കൊടുത്തിരിക്കുകയാണ് നടി മനീഷ KS. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു ശക്തമായ ഭാഷയിൽ മനീഷ മറുപടി നൽകിയത്. ഒരു യൂട്യൂബ് ചാനലിന്റെ അഭിമുഖത്തിനിടയിലായിരുന്നു നാടകീയ സംഭവങ്ങൾ നടന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഓഡിയോ ഇങ്ങനെയാണ്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തോട് ചോദിക്കുന്നത്? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി അല്ല, ഞാൻ ഒരു മിനിറ്റ് നിക്ക് ഒരു മിനിറ്റ് എന്നല്ല, ഇത്രയും ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറയും, ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? ആണോ? എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. ഞാനിവിടെ വന്നത് നീ കണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല. അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല, എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത്? എന്ത്? ഞാൻ ചോദിച്ചു, മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ്? നിങ്ങൾ ആളുതരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ. അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത്? മുട്ടിയിട്ട് തുറന്നിട്ടുണ്ടോന്ന്? ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര്. ഞാൻ അങ്ങനത്തെ ആളല്ല. എന്നാലും ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും പാട്ടിൽ എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ച ചോദ്യമാണ് എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ്? ഉറപ്പായിട്ടും. നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യമാണ്? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോന്നല്ലേ? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്, എക്സ്ക്യൂസ് മീ, സ്ത്രീക്കാണല്ലോ മുട്ടലും തുറക്കപ്പെടലും ഒക്കെ. എന്നാലും പുരുഷന് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലോ, പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ? ഞാൻ ചോദിക്കുന്നത് അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കാൻ തന്നെ കാരണം നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അജിന്റെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് അജിൻ തന്നെ പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും. ആ അജിൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അജിൻ പറ. അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ടെന്ന്. എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ? അല്ല, ഞാൻ ചോദിക്കുന്ന, അപ്പൊ ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്. ഇല്ലേ? നമ്മൾ തമ്മിൽ മുൻ പരിചയമുള്ള ആൾക്കാരാണ്, നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അലിഗേഷന്റെ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ?
എന്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ? ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ല, ഞാന് മനീഷ എന്ന ആക്ട്രസിനോടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. മനീഷ അവിടെ എന്ന് വീട്ടിലിരിക്കുന്ന ഇവിടെ എന്റെ വീട്ടുകാരെ വിളിക്കേണ്ട ഒരാവശ്യമില്ലെന്നേ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അഭിനേത്രി മാത്രമല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു അഭിനേത്രി ആയതുകൊണ്ടാണല്ലോ ഇവിടെ ഞാൻ കൊണ്ടിരുത്തിയത്. അല്ല, മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗായികയാവാലോ, അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാലോ, ഞാനൊരു എഴുത്തുകാരി ആവാലോ. അതോടൊപ്പം തന്നെ ഞാനൊരു സ്ത്രീയാണ്. ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബാധ്യതയാണ്, അല്ലെ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിനത് പല പ്രമുഖ നടന്മാരും സംവിധായകരും ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരും നടിമാരുടെ വാതിലിൽ മുട്ടാറുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അവതാരകന്റെ ചോദ്യം. വാതിലിൽ ആരെങ്കിലും മുട്ടിയപ്പോൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നായിരുന്നു അവതാരകൻ നടിയോട് ചോദിച്ചത്. അശ്ലീലം കലർന്ന ചോദ്യത്തിന് അപ്പോൾ തന്നെ നടി മുഖത്തടിച്ച പോലെ മറുപടി നൽകുകയായിരുന്നു. നിന്റെ അമ്മയോട് പോയി ചോദിക്കുക എന്നായിരുന്നു നടി നൽകിയ മറുപടി. എന്ത് ഊള ചോദ്യമാണ് താൻ ചോദിക്കുന്നതെന്നും മുട്ടുമ്പോൾ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് എന്നും, നിനക്ക് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണെന്നും, വീട്ടിൽ പോയി അമ്മയോട് ചോദിക്കുമോ ഇങ്ങനെ എന്നുമൊക്കെയാണ് നടി ചോദിച്ചത്. സിനിമയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരും സ്ത്രീയല്ലേ, ആളും തരവും നോക്കി സംസാരിക്കണം എന്നിങ്ങനെയായിരുന്നു നടി പറഞ്ഞത്. എനിക്ക് പരിചയമുള്ളവർ തന്നെ ഇങ്ങനെ ചോദിച്ചാൽ ചെപ്പാക്കുറ്റിക്ക് അടിക്കുമെന്നും നടി പറയുന്നുണ്ട്. ടെലിവിഷൻ സീരിയലുകളിലൂടെ എല്ലാവർക്കും സുപരിചിതയാണ് മനീഷ. അടുത്തിടെ സ്വകാര്യ ചാനലിലെ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് താരം കൂടിയാണ് മനീഷ. ഡബിംഗ് ആർട്ടിസ്റ്റും ഗായികയും കൂടിയാണ് താരം. അതേസമയം വീഡിയോയുമായി ബന്ധപ്പെട്ട അവതാരകനോ നടിയോ ബന്ധപ്പെട്ട ആളുകളോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പ്രാങ്ക് വീഡിയോ ആണോ ഇതെന്നും സംശയമുണ്ട്. പക്ഷേ ഇത് പ്രാങ്ക് ആകാൻ സാധ്യതയില്ല എന്നടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരികയാണ്.